സർക്കാർ ഈ മൂപ്പര് പിന്നെയും പറയാനുള്ളൂ സർക്കാർ തെറ്റ് തിരുത്തി. എടോ കോപ്പ, എന്ത് തെറ്റാണോ സർക്കാർ തിരുത്തിയത്? ഇത് പറയണേനില്ല ഒരു ഉളുപ്പ്. നായന്മാർക്ക് മുഴുവൻ അപ്പന്മാരാണോ? പിണറായി എന്ത് തെറ്റാ തിരുത്തിയത്? ഈ ശബരിമല തന്ത്രി, ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് ശബരിമല തന്ത്രിയും നൈഷ്ഠിക ബ്രഹ്മചാരി ആവണം. പക്ഷേ ഇവിടുത്തെ തന്ത്രി എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല, അയാൾ വ്യഭിചാരിയാണ് എന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ച ആളാണ് പിണറായി. മനസ്സിലായോ തനിക്ക്? താനിതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. ഞാൻ പറയുന്നു, വേറെ കാര്യങ്ങൾ പറയുന്നു. താൻ എന്തുകൊണ്ട് മറന്നു? എടോ സുകുമാരൻ നായരെ, താനിതൊക്കെ എന്തുകൊണ്ട് മറന്നു എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയടോ. എന്നിട്ടും താൻ ഈ വേഷം കെട്ടലുണ്ടല്ലോ, അതാണ് നിർത്തുന്നതാണ് നിനക്കും നിന്റെ സമുദായത്തിന് നല്ലത് കേട്ടോ. ഞാൻ പറയാം എന്തുകൊണ്ട് നിന്റെ ഈ നിലപാട് മാറ്റം, എന്തുകൊണ്ട് ഈ ഉളുപ്പില്ലായ്മ, എന്തുകൊണ്ട് നിന്റെ ആസനത്തിൽ ഈ ആല് മുളച്ചിട്ടെ? നിന്റെ ആസനത്തിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആല് മുളച്ചിരിക്കുന്നത്. ഞാൻ ഇതേവരെ കരുതിയത് ഈ ആസനത്തിൽ ആല് മുളയ്ക്കുന്നതൊക്കെ CPM-കാരുടെ ആസനത്തിലാണ് എന്നാണ്. അതിനേക്കാൾ വലിയ ആല് മുളച്ചത് നിന്റെ ആസനത്തിലാണ്. നീ ഇപ്പൊ ആ ആസനത്തിലെ ആലിന്റെ കൊമ്പിലെ ഊഞ്ഞാലാടുകയാണ് നീ കേട്ടോ. ഉളുപ്പില്ലാതെ വന്നിരുന്നിട്ട് നിന്റെ ചിരിയും നിന്റെ കുറിയും നിന്റെ പൊട്ടും നിർത്തിപ്പൊയ്ക്കൂടടൂ. NSS എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ നാരായണ പണിക്കരുടെ കാലം വരെയൊക്കെ വളരെ ആദരവോടെ കണ്ടിരുന്നു സമുദായ നേതാക്കന്മാരെ. ഇപ്പൊ നീ നിന്റെ മോക്കും നിന്റെ മരുമോനും ആ കഥകൾ ഞാൻ പറയാം. മോന്റെയും മരുമോന്റെയും കഥകൾ പറയാം കേട്ടോ. ഉളുപ്പില്ലാത്തവൻ പറയാണ്, തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവരാനും നേട്ടം കൊയ്യാനുമല്ലേ കോൺഗ്രസും ബി ജെ പിയും ശ്രമിച്ചിട്ടുള്ളതെന്ന്. കോൺഗ്രസും BJP-യുമാണ് അയ്യപ്പന്മാരുടെ വിഷയത്തിൽ നേട്ടം കൊയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് ഈ പറയുന്ന ഇവനെ എന്താ വിശേഷിപ്പിക്കേണ്ടത്? പണ്ട് മന്നത്ത് പത്മനാഭൻ ഒരു കാര്യം പറഞ്ഞിരുന്നു കേട്ടോ. മന്നത്ത് പത്മനാഭൻ പറഞ്ഞൊരു കാര്യം ന്യൂസ് 18 ചാനലിലോ ഞാൻ കാണിക്കാം. പിഴച്ച നായരും നശിച്ച നസറാണിയും മുടിഞ്ഞ മുസ്ലിമും അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു. ഇത് പറഞ്ഞത് മന്നത്ത് പത്മനാഭന്റെ നിരീക്ഷണമാണിത്. പിഴച്ച നായ മന്നത്ത് പത്മനാഭന്റെ നിരീക്ഷണം എന്താണ്? ഒരിക്കൽ കൂടി കേൾക്കാം. മന്നത്ത് പത്മനാഭന്റെ നിരീക്ഷണം ഒരിക്കൽ കൂടി കേൾക്കാം. പിഴച്ച നായരും നശിച്ച നസറാണിയും മുടിഞ്ഞ മുസ്ലിമും അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു. ഇത് പറഞ്ഞത് മന്നത്ത് പത്മനാഭന്റെ നിരീക്ഷണമാണിത്. പിഴച്ച നായര് എന്താവുന്നു? അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു. അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു. പിഴച്ച നായർ ആരാണ്? പിഴച്ച നായർ സുകുമാരൻ നായരെ പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. അപ്പൊ മൂപ്പർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് BJP-യും കോൺഗ്രസുമാണ് ശ്രമിച്ചതെന്നാണ്. നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ് എന്ന് ഇവിടുത്തെ കൊച്ചു കുട്ടിക്ക് പോലെ അറിയാവുന്ന കാര്യമാണ്. ഇയാളെ വിചാരം പറഞ്ഞാൽ ഇയാൾക്ക് മാത്രമേ ബോധം വിവരമുള്ളൂ. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് വിശ്വസിക്കുന്നതാണ്. CPM-ന്റെ പഴയകാല നിലപാടുകൾ മാറ്റാതെ, അതായത് ആചാര ലംഘനത്തിന് പഴയ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന ആ നിലപാട് മാറ്റാതെ ഇപ്പോൾ ഹൈന്ദവ വിശ്വാസികളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് അയ്യപ്പ പ്രേമം നടത്തുന്നു. ഇവര് ആയിരക്കണക്കിന് പേരെ അറസ്റ്റ് ചെയ്തത്, അവർക്കെതിരെ എടുത്ത കേസുകൾ അത് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. സുകുമാരനായരുടെ നായന്മാർക്കെതിരെ ഇഷ്ടംപോലെ കേസുകളുണ്ട്. ഇഷ്ടിക കൊണ്ട് തലക്കെറിഞ്ഞതേ ഈ പറയുന്ന നായന്മാരെയാണ്, നിങ്ങളുടെ അണികളെയാണ്. സുകുമാരനായർക്ക് പൊള്ളില്ല. മോളിയും മരുമോനെയൊക്കെ പറയുന്നതാണത്. അപ്പൊ സുകുമാരൻ നായർക്ക് സ്വന്തം കുടുംബാംഗങ്ങൾ ഏതുപോലെ തന്നെ അറിയോ? പിണറായിയെ പോലെ തന്നെ. മോള് കഴിഞ്ഞാൽ മോളും മോനും മരുമോനും കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് സുകുമാരൻ നായരുടെ കാര്യവും. അപ്പൊ ഈ പറഞ്ഞ പിണറായി വിജയൻ ഈ തന്ത്രിയെ കുറിച്ച് അസഭ്യം പറഞ്ഞിട്ട് ഈ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനും മാളികപ്പുറത്തമ്മയും കല്യാണം കഴിച്ചു എന്ന് പൂമരൻ പറഞ്ഞിട്ട് ശ്രീമതി ടീച്ചറും പിന്നെ ഈ G. സുധാകരൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നിരന്നിരുന്നിട്ട് അയ്യപ്പനെതിരെ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ ഏറ്റവും കടുത്ത അവഹേളനങ്ങൾ ഉയർത്തിയിട്ട് അതിനൊന്നും മാപ്പ് പറയാതെ
അങ്ങനത്തെ പിണറായി വിജയനാണ് ഇപ്പം ഇയാൾക്ക് മഹാൻ. അപ്പൊ എന്തുകൊണ്ട്, ഞാൻ അതിലേക്കാണ് വരുന്നത്, ഞാനത് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ എന്തുകൊണ്ട് സുകുമാരൻ നായർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രേമം വന്നു, ഇങ്ങനെ ഒരു CPM പ്രേമം വന്നു എന്നുള്ളതിന് രണ്ട് തിയറികളാണ് ഉള്ളത്, പറഞ്ഞു കേൾക്കുന്ന രണ്ട് കഥകളാണ്. ഒന്ന്, ധനലക്ഷ്മി ബാങ്കിൽ സുകുമാരൻ നായരുടെ മോളും മരുമകനും, മോളെ കല്യാണം കഴിച്ച, ഞാൻ പേര് പറയുന്നില്ല, ഇവർക്ക് ധനലക്ഷ്മി ബാങ്കിലായിരുന്നു ജോലി. പക്ഷേ ഒരു 17 വർഷത്തിന് ശേഷം ഈ പറയുന്ന മകളുടെ ഭർത്താവ് ജോലി രാജിവെച്ചു. കാരണം കള്ള സർട്ടിഫിക്കറ്റുമായാണ് തമിഴ്നാട്ടിലെ ഒരു സർവകലാശാലയിൽ നിന്ന് തട്ടിക്കൂട്ടിയ ഒരു വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലാണത്രേ സുകുമാരൻ നായരുടെ മരുമോന് ധനലക്ഷ്മി ബാങ്കിൽ ഉയർന്ന ജോലി തരപ്പെടുത്തി കൊടുത്തത്. ഇത് 17 വർഷത്തിന് ശേഷം ഇത് പുറത്തു വന്നു. ഈ ലോക തട്ടിപ്പ് പുറത്തു വന്നു. ക്രിമിനൽ കേസെടുത്തു, അന്വേഷണമായി. 17 വർഷം വാങ്ങിയ ശമ്പളം കോടിക്കണക്കിന് രൂപ തിരിച്ചടയ്ക്കാൻ ബാങ്ക് തീരുമാനിക്കുന്നു. അപ്പോഴാണ് സുകുമാരൻ നായരുടെ വളരെ പ്രിയപ്പെട്ട വേറൊരു ചേട്ടനുണ്ട്, വാസവൻ ചേട്ടൻ, അറിയാലോ. പിണറായി ചവിട്ടിയ മണ്ണ് പുണ്യമണ്ണാണ്, പിണറായിയുടെ പാദസ്പർശം ദൈവത്തിന്റെ പാദസ്പർശമാണ് എന്നൊക്കെ പണ്ട് നവകേരള സദസ്സിന്റെ കാലത്ത് പറഞ്ഞ അദാനി എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞ യോഗി ആദിത്യനാഥിന്റെ കത്ത്, എന്താ പറയാ, പരമപവിത്രം എന്ന രീതിയിൽ നാടൊട്ടുക്കും ഇങ്ങനെ വായിച്ച് പുളകമണിഞ്ഞ രോമാഞ്ചമണിഞ്ഞ വാസവൻ ചേട്ടൻ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് മാത്രമല്ല മറ്റാളുണ്ടെന്ന് കേട്ടത്, ഏത് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചില്ലേ, സ്വാമിയേ ശരണം ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച PS പ്രസാദ് എന്ന് പറയുന്ന ദേവസ്വം പ്രസിഡന്റും ഇവര് രണ്ടും കൂടിയാണ് ധനലക്ഷ്മി ബാങ്ക് അധികൃതരുമായി ചർച്ച ചെയ്യുകയും സുകുമാരൻ നായരുടെ മകളുടെ ഭർത്താവിന്റെ പേരിലുള്ള ക്രിമിനൽ കേസ് ഒതുക്കുകയും ചെയ്തു എന്നുള്ളതാണ് നാട്ടിലെ ഒരു സംസാരം. ഇതിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കഥ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെ വെള്ളാപ്പള്ളി എന്തുകൊണ്ട് പിണറായിയെ പേടിക്കുന്നു, എന്തുകൊണ്ട് പിണറായിക്കൊപ്പം നടക്കുന്നു, ആ കാരണം പലകുറി നമ്മൾ പറഞ്ഞതാണ്. ഇത് കേരളത്തിലെ എല്ലാവർക്കും അറിയുന്നതാണ്. പിണറായിയുടെ ഈ വെള്ളാപ്പള്ളിയുടെ പേരിലുള്ള ഒരുപാട് കേസുകൾ, കോടികളുടെ അഴിമതി, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകൾ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇതൊക്കെ ഇപ്പം പിണറായി ഇങ്ങനെ അമർത്തി വെച്ചിരിക്കുകയാണ്. എപ്പം വെള്ളാപ്പള്ളി ആയിരുന്നോ അപ്പൊ ഈ കേസുകൾ പുറത്തു വരും. അതേപോലെ സുകുമാരൻ നായരുടെ കുടുംബത്തിന്റെ എല്ലാവിധ അന്തസ്സും കെടുത്തുന്ന തരത്തിലുള്ള ഈ ക്രിമിനൽ കേസ് നടപടികൾ ഒതുക്കി തീർത്തത് പിണറായിയാണ്. അതിനുള്ള പ്രത്യുപകാരം ഇല്ലെങ്കിൽ മാത്രമല്ല മറ്റൊരുപാട് അഴിമതി കഥകളുണ്ട്, സാമ്പത്തിക അഴിമതി കഥകളുണ്ട്, കന്യാകുമാരി മുതൽ തുടരുന്ന ഒരുപാട് അഴിമതി കഥകളുണ്ട്. ഇതൊക്കെ വലിച്ചു പുറത്തിടുമെന്ന പേടി കൊണ്ടാണ് ഒരു കാര്യം. രണ്ടാമത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം അടുത്ത തവണ UDF അധികാരത്തിൽ എത്തുമ്പോൾ എന്നാണ് സുകുമാരൻ നായരുടെ എന്താ പറയാ ഒരു പ്രതീക്ഷ. നേരത്തെയാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ മൂപ്പരുടെ കാലുമാറ്റത്തിന് മുമ്പ് മൂപ്പര് വിചാരിച്ചിരുന്നത് UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വന്നാൽ ലീഗായിരിക്കും പിന്നെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക. അപ്പം പിന്നെ തന്റെ പരിപ്പ് വേവില്ല. അതായത് സുകുമാരൻ നായർക്ക് പിന്നെ കളിക്കാൻ പറ്റില്ല. താക്കോൽ സ്ഥാനത്ത് തന്റെ ആൾ വരണം എന്നൊന്നും സുകുമാരൻ നായർക്ക് പിന്നെ നിർദ്ദേശിക്കാൻ പറ്റില്ല. കാരണം ഇനി വരാനിരിക്കുന്ന അങ്ങനെയൊന്നും വരില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കേരളത്തിൽ ഒരു UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? അതിനെ നിയന്ത്രിക്കുന്നത് ലീഗായിരിക്കും. അപ്പൊ അങ്ങനെ മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്ന UDF-ൽ സുകുമാരൻ നായരുടെ പരിപ്പ് വേവില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സുകുമാരൻ നായർ പതുക്കെ കാലുമാറിയത്. അങ്ങനെ UDF അധികാരത്തിൽ വരണ്ട, ആര് തന്നെ വന്നാൽ മതി, കാരണഭൂതം തന്നെ വന്നാൽ മതി. കാരണഭൂതം വന്നു കഴിഞ്ഞാൽ തനിക്കും തന്റെ മോക്കും മരുമോനും കുടുംബത്തിനും എല്ലാവർക്കും ഫുൾ ഹാപ്പി. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് സുകുമാരൻ നായരുടെ കാലുമാറ്റം എന്നുള്ളതിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് കഥകൾ
ഞാൻ വീണ്ടും പറയുന്നു, ഇതിൽ എത്രമാത്രം വിശ്വാസ്യതയുണ്ട് നമുക്കറിയില്ല. ഇതൊന്നും തെളിവുകൾ നമുക്ക് മുമ്പിലില്ല. ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്ന കഥകളാണ്, പറഞ്ഞു കേൾക്കുന്ന കഥകൾ. ഇതിൽ എന്താ പറയാ, എത്ര പതിരുണ്ട്, എത്ര നെല്ലുണ്ട് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. ഇപ്പം പിണറായി സർക്കാർ ചെയ്യുന്നത് ശരിയാണെന്നാണ് ഈ മണ്ടൻ പറയുന്നത് കേട്ടോ. സുകുമാരൻ നായർ മണ്ടനും പൊട്ടനൊന്നല്ല, കുശാഗ്ര ബുദ്ധിക്കാരനാണ്. എങ്ങനെ ഒരു സമുദായത്തെ ഉപയോഗിച്ച് സമുദായ അംഗങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്ത് സമുദായ അംഗങ്ങളെ എങ്ങനെ വഞ്ചിച്ച് സ്വന്തം കുടുംബക്കാർക്ക് സമ്പത്തും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കാമെന്ന് നന്നായി പഠിച്ച ആളാണ്. നാരായണ പണിക്കർ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ NSSന്റെ കടിഞ്ഞാൺ കയ്യിലെടുക്കുകയും, ഇത് പറയുന്നത് ഇയാൾ അവിടുത്തെ ചായ കൊണ്ട് കൊടുക്കുന്ന ആളാണെന്നാണ് സുകുമാരൻ നായരുടെ ശത്രുക്കൾ പറയുന്നത് കേട്ടോ. അതിൽ ശരിയുണ്ട് എന്നാണ് പഴയ പത്രപ്രവർത്തകരൊക്കെ പറയുന്നത്. അതായത് പണ്ട് നാരായണ പണിക്കർ NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നാരായണ പണിക്കരെ കാണാൻ വരുന്നവർക്കൊക്കെ ചായ കൊണ്ടുപോയി കൊടുക്കുന്ന, പണ്ടത്തെ ഹോട്ടലിലുണ്ടല്ലോ ഇങ്ങനെ തൂക്കി പിടിക്കുന്ന ഇതിലെ ഗ്ലാസ് ഒക്കെ അങ്ങനെ വെച്ചിട്ട് ചായ കൊണ്ടുപോയി കൊടുക്കുന്ന പരിപാടിയായിരുന്നു ആർക്ക്? നമ്മളെ സ്വന്തം നായർക്ക്. ആ നായരാണ് ഇപ്പം എവിടെ കയറിയിരിക്കുന്നത്? പിണറായി വിജയന്റെ വലത്തെ പോക്കറ്റിൽ കയറിയിരിക്കുന്നത്. ദേശാഭിമാനി പത്രത്തിന്റെ 5-ാം പേജിൽ പറയുന്നൊരു വാർത്ത ചിരിച്ചു പോട്ടോ. മിക്കവാറും ദേശാഭിമാനി വാർത്തകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ചിരി പൊട്ടും. ഈ വാർത്ത എങ്ങനെയാണെന്ന് അറിയോ? ഇരുട്ടിന്റെ മറവിൽ ബാനർ, അങ്ങനെയാണ് ഡക്ക്. ഇരുട്ടിന്റെ മറവിൽ ബാനർ, അത്യാവശ്യം വലിയ തലക്കെട്ടിലാണ്, താഴെയാണെന്നേ ഉള്ളൂ. ജി സുകുമാരൻ നായരെ അധിക്ഷേപിച്ച് സംഘപരിവാർ. അങ്ങനെയാണ്. സുകുമാരൻ നായർ ഇപ്പൊ നമ്മുടെ സ്വന്തം ആളാണല്ലോ. ജി സുകുമാരൻ നായരെ അധിക്ഷേപിച്ച് ആര്? സംഘപരിവാർ. അതിന് വാർത്ത എങ്ങനെയാണ്? NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ അധിക്ഷേപിച്ച് പത്തനംതിട്ട വെട്ടിപ്പുറം 115-ാം നമ്പർ ശ്രീകൃഷ്ണവിലാസം കരയോഗത്തിന് മുന്നിൽ ബാനർ. വ്യാഴാഴ്ച പുലർച്ചെയാണ് ബാനർ കണ്ടത്. ഇരുട്ടിന്റെ മറവിൽ സംഘപരിവാർ അനുകൂലികൾ സ്ഥാപിച്ച ബാനർ എടുത്തു മാറ്റി. ഇരുട്ടിന്റെ മറവിൽ സംഘപരിവാർ അനുകൂലികൾ സ്ഥാപിച്ച ബാനർ. ഇവര് ദേശാഭിമാനി ലേഖകൻ ഈ നട്ടപ്പാതിരക്കും ഒക്കെ ഈ പറഞ്ഞ വെട്ടിപ്പുറം ശ്രീകൃഷ്ണവിലാസം കരയോഗം ഓഫീസിന്റെ മുന്നിൽ മൂപ്പർ ഇങ്ങനെ ഇരിക്കാനും, അപ്പോഴാണ് ഇരുട്ടിന്റെ മറവിൽ BJP-ക്കാർ വരുന്നു, സംഘപരിവാറുകാർ വരുന്നു, ഈ ബാനർ സ്ഥാപിക്കുന്നു. ഇയാൾ കണ്ടു. ഇമാതിരി ഉണ്ടാക്കിയ വാർത്തകൾ ഉണ്ടല്ലോ. ഇതൊക്കെ ഏത് കാലത്താണ്? കാലം മാറിയെന്ന് അറിയുന്നില്ലല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്നും പത്രങ്ങള് നമ്മുടെ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ കലാഭവൻ മണിയല്ല കേട്ടോ, സുകുമാരൻ നായരെ വളരെ അടുത്ത ബന്ധമുള്ള ആളുകളൊക്കെ വിളിക്കുന്നതാണ് മണിച്ചേട്ടൻ. അങ്ങനെ നമ്മളെ മണിച്ചേട്ടന്റെ കാലുമാറ്റ കഥകളുടെ ഒരു ബാക്കി പത്രമാണ് ഇന്ന് മിക്കവാറും പത്രങ്ങളൊക്കെ ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും രസകരമായ ഒരു കാര്യം വന്നത്, ഈ ചില കരയോഗം ഓഫീസുകളുടെയൊക്കെ NSSന്റെ കരയോഗം ഓഫീസുകളുടെ ഒക്കെ പരിസരത്ത് വളരെ ആകർഷകമായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതില് അയ്യപ്പ വിശ്വാസികളെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പ അറിയില്ലേ? ബാഹുബലിയിലെ കട്ടപ്പയായിട്ടാണ് സുകുമാരൻ നായരെ ചിത്രീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽപ്പെട്ട എന്താ പറയാ ബാനറുകൾ കരയോഗം ഓഫീസുകളുടെ ഒക്കെ പരിസരത്ത്, എന്ന് പറഞ്ഞാൽ നായന്മാരാരും ഈ പറഞ്ഞ നമ്മുടെ മണിച്ചേട്ടന്റെ കാലുമാറ്റം ദഹിച്ചിട്ടില്ല. അവര് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു നായർ പോലും പിണറായി വിജയന്റെ തമ്മാടി ഭരണത്തിന് അനുകൂലമായി വോട്ട് ചെയ്യില്ല. അത് ഒന്നാമത്തെ കാര്യം. ഞാൻ ഇന്നലെ തന്നെ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു മാധ്യമം പത്രത്തിന്റെ 1-ാം പേജിലുള്ള ഒരു വാർത്തയാണ്. CPM-നെ ലക്ഷ്യമിട്ട് വീണ്ടും വിശ്വാസ ചർച്ചക്ക്. NSSനെ പിണക്കാതെ UDF NSSനെയോ സുകുമാരൻ നായരെയോ പ്രത്യക്ഷത്തിൽ ഈ നിലപാട് മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. അവര് വളരെ തന്ത്രപൂർവമാണ്. കാരണം എക്കാലത്തും നമുക്കറിയാലോ, ഈ സമദൂര സിദ്ധാന്തം, NSSന്റെ സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അത് UDF അനുകൂലമായിരുന്നു. എല്ലാ കാലത്തും UDF അനുകൂലമായിരുന്നു.
അങ്ങനെ ഈ സുകുമാരൻ നായർ ഇപ്പൊ ഇങ്ങനെ ഒരു കാലുമാറ്റം നടത്തിയപ്പോൾ ശരിക്കും പതറിപ്പോയത് UDF ആണ്. UDF BJP. പക്ഷെ UDFകാർ വളരെ തന്ത്രപരമായി സുകുമാരൻ നായരെ അനുനയിപ്പിക്കാം എന്ന വിശ്വാസത്തിലാണ്. അതാണ് ഈ സ്റ്റോറി. NSSന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അവർ കോൺഗ്രസ് മുന്നണിയിലായിരുന്നു. പിന്നീട് രാഷ്ട്രീയ പാർട്ടി അവസാനിപ്പിച്ച് തത്വത്തിൽ സമദൂരത്തിലേക്ക് നിലപാട് മാറ്റിയപ്പോഴും ഫലത്തിൽ കോൺഗ്രസിന് അനുകൂലമായിരുന്നു കാര്യങ്ങൾ. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിങ്ങനെയാണ്: ഏറ്റവും ഒടുവിൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ ഇറങ്ങവേ ജനം ഭരണമാറ്റം ആഗ്രഹിക്കുന്നു, സാമൂഹിക നീതിയും മതേതരത്വവും സംരക്ഷിക്കുന്ന സർക്കാർ ഉണ്ടാകും എന്നുവരെ സുകുമാരൻ നായർ പറഞ്ഞതാണ്. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുകുമാരൻ നായർ പറഞ്ഞതാണ് ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. പിണറായി സർക്കാരിനെതിരെ വളരെ കൃത്യമായ നിലപാടായിരുന്നു സുകുമാരൻ നായർ കൈക്കൊണ്ടത്. എന്നിട്ട് എന്തു പറ്റി? ജനങ്ങൾ കൂട്ടമായി പിണറായി സർക്കാരിന് വോട്ട് ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാവും ഈ പറഞ്ഞ സുകുമാരൻ നായർ പറഞ്ഞാൽ ഒരു NSSലെ ഒരു നായർ സമുദായാംഗവും സുകുമാരൻ നായർ പറഞ്ഞത് കേട്ടിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് എപ്പം തെളിഞ്ഞതാണ്? 2021 തന്നെ തെളിഞ്ഞതാണ്. അതാണ് മാധ്യമം ഓർമ്മിപ്പിക്കുന്നത്. ശബരിമലയിൽ വിശ്വാസികളെ വേദനിപ്പിച്ച് പോലീസ് സംരക്ഷണത്തിൽ യുവതികളെ പ്രവേശിപ്പിച്ചവരാണ് സർക്കാരും CPM-ഉം എന്നത് കോൺഗ്രസ് നേതാക്കളെല്ലാം ആവർത്തിക്കുന്നത് CPM-നൊപ്പം NSSനുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ NSSനെ നേരിട്ട് ആക്രമിക്കാതെ CPM-നെതിരായ ആക്രമണം ശക്തിപ്പെടുത്താനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. CPM നിലപാടിലെ പൊള്ളത്തരം മുൻനിർത്തി ശബരിമല വിഷയത്തിൽ തങ്ങളുടെ സമീപനമാണ് രാഷ്ട്രീയ ശരി എന്ന് സ്ഥാപിക്കാനാണ് UDFന്റെ ശ്രമം. അങ്ങനെയൊക്കെയാണ് മാധ്യമം പറയുന്നത്. മാധ്യമത്തിന്റെ ഉള്ളിലുണ്ട് 2-3 പ്രധാനപ്പെട്ട സ്റ്റോറികൾ. ഇതാ മാധ്യമത്തിന്റെ 5-ാം പേജിൽ. മാധ്യമത്തിന്റെ 5-ാം പേജിൽ പറയുന്നത് NSSന്റെ ഇടത് ചായ്വ് വോട്ടാക്കാനുള്ള നീക്കത്തിൽ CPM എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറിയാണ്. NSSന്റെ ഇടത് ചായ്വ് വോട്ടാക്കാനുള്ള നീക്കത്തിൽ CPM. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ NSSന്റെ സർക്കാർ അനുകൂല നിലപാട് രാഷ്ട്രീയ നേട്ടമാക്കി വോട്ടുറപ്പിക്കാനുള്ള ഒരുക്കത്തിൽ CPM. മൂന്നാം സർക്കാർ ലക്ഷ്യമിടുന്ന ഇടതുപക്ഷത്തിന് നിലവിലെ സീറ്റുകളിൽ മലബാർ മേഖലയിൽ കാര്യമായ നഷ്ടം വരില്ലെന്നാണ് പ്രതീക്ഷ. അതേസമയം മധ്യ തിരുവിതാംകൂറിൽ ആശങ്കയുണ്ട്. കേരള കോൺഗ്രസ് എം ഒപ്പമുള്ളത് ആശ്വാസമാണ് എങ്കിലും NSSന്റെ ഇടത് വിരോധം ഒഴിവാക്കാനായാൽ മുന്നണിക്ക് മേധാവിത്വമാവുമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായാലും ഭൂരിപക്ഷ വോട്ട് ഷെയറിൽ അത് മറികടക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ NSSന്റെ രാഷ്ട്രീയ നിലപാട് കൂടുതൽ വ്യക്തമാകുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. അപ്പോൾ CPM-മാര് ഏതാണ്ട് നല്ല പ്രതീക്ഷയിലാണ്. കാരണം മണിച്ചട്ടൻ കൂടെ ഉണ്ടല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വലത്തെ പോക്കറ്റിൽ മണിച്ചട്ടനും ഇടത്തെ പോക്കറ്റിൽ വെള്ളപ്പള്ളി ചേട്ടൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കട്ടപ്പ വാർത്ത മാധ്യമം കൊടുത്തിട്ടുണ്ട്. സുകുമാരൻ നായർക്കെതിരെ കട്ടപ്പ ബാനർ. അത് പറയുന്നത് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ടയിൽ ബാനർ. വെട്ടിപ്രം 115 നമ്പർ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗം കെട്ടിടത്തിന് മുന്നിലാണ് വ്യാഴാഴ്ച രാവിലെ ബാനർ കാണപ്പെട്ടത്. കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി സുകുമാരൻ നായർ മാറി എന്നാണ് ബാനറിലെ പരാമർശം. കുടുംബകാര്യത്തിനു വേണ്ടി സമുദായ അംഗങ്ങളെ, അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയായി ആര് മാറിയിരിക്കുന്നു? സുകുമാരൻ നായർ മാറിയിരിക്കുന്നു. ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാല് നമ്മുടെ ദേശാഭിമാനിയിൽ ഒരു വാർത്തയുണ്ട്. അതായത് ദേശാഭിമാനി കണ്ടെത്തിയിരിക്കുന്നു ഈ കട്ടപ്പ ബാനർ കൊണ്ടുവച്ചത് NSSകാരല്ല. അതായത് ഇയാളുടെ സുകുമാരൻ നായരുടെ ഈ നിലപാടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നായന്മാരല്ല ഈ ബോർഡ് സ്ഥാപിച്ചത്. പിന്നെ ആരാണ്? ദേശാഭിമാനി പറയുമ്പോൾ നമുക്ക് ഊഹിക്കാലോ. അതായത് ഇവിടുത്തെ BJP-കാരാണ് ആ ബോർഡ് കൊണ്ടുവച്ചത് എന്നാണ് ദേശാഭിമാനി. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ ഏത് പേജാണ്? 5-ാം പേജിൽ. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ 5-ാം പേജിൽ പറയുന്നൊരു വാർത്ത ചിരിച്ചു കേട്ടോ. മിക്കവാറും ദേശാഭിമാനി വാർത്തകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ചിരി പൊട്ടും. ഈ വാർത്ത എങ്ങനെയാണെന്ന് അറിയോ? ഇരുട്ടിന്റെ മറവിൽ ബാനർ. അങ്ങനെയാണ് ഡക്ക്. ഇരുട്ടിന്റെ മറവിൽ ബാനർ. അത്യാവശ്യം വലിയ തലക്കെട്ടിലാണ്, താഴെയാണെന്നേ ഉള്ളൂ. G സുകുമാരൻ നായരെ അധിക്ഷേപിച്ച് സംഘപരിവാർ. അങ്ങനെയാണ്. സുകുമാരൻ നായർ ഇപ്പൊ നമ്മുടെ സ്വന്തം ആളാണല്ലോ. G സുകുമാരൻ നായരെ അധിക്ഷേപിച്ച് ആര്? സംഘപരിവാർ. അതിന് വാർത്ത എങ്ങനെയാണ്? NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ അധിക്ഷേപിച്ച് പത്തനംതിട്ട വെട്ടിപ്പുറം 115 നമ്പർ ശ്രീകൃഷ്ണവിലാസം കരയോഗത്തിന് മുന്നിൽ ബാനർ.
വ്യാഴാഴ്ച പുലർച്ചെയാണ് ബാനർ കണ്ടത്. ഇരുട്ടിന്റെ മറവിൽ സംഘപരിവാർ അനുകൂലികൾ സ്ഥാപിച്ച ബാനർ എടുത്തു മാറ്റി. ഇരുട്ടിന്റെ മറവിൽ സംഘപരിവാർ അനുകൂലികൾ സ്ഥാപിച്ച ബാനർ. ഇവര് ദേശാഭിമാനിക്കാരെ, ദേശാഭിമാനി ലേഖകൻ ഈ നട്ടപ്പാതിരക്കും ഒക്കെ ഈ പറഞ്ഞ വെട്ടിപ്പുറം ശ്രീകൃഷ്ണവിലാസം കരയോഗം ഓഫീസിന്റെ മുന്നിൽ മൂപ്പരിങ്ങനെ ഇരിക്കാനും. അപ്പോഴാണ് ഇരുട്ടിന്റെ മറവിൽ BJP-ക്കാർ വരുന്നു, സംഘപരിവാറുകാർ വരുന്നു, ഈ ബാനർ സ്ഥാപിക്കുന്നു. ഇയാൾ കണ്ടു. ഇമാതിരി ഉണ്ടാക്കിയ വാർത്തകൾ ഉണ്ടല്ലോ. ഇതൊക്കെ ഏത് കാലത്താണ്? കാലം മാറിയെന്ന് അറിയുന്നില്ലല്ലോ. മണ്ടന്മാരാണല്ലോ, പൊട്ടന്മാരാണല്ലോ. ബാനർ സ്ഥാപിച്ചത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണെന്നും കരയോഗ അംഗങ്ങൾക്ക് ഇതിൽ ബന്ധമില്ലെന്നും ഭാരവാഹികൾ പ്രതികരിച്ചു. പിന്നെ ഭാരവാഹികൾ ഇങ്ങനെ അല്ലാതെ പിന്നെ ഇങ്ങനെ പ്രതികരിക്കുക? ഈ ബാനർ കൊണ്ടുവച്ച ഞങ്ങളാണെന്ന് ആരെങ്കിലും ജീവനിൽ കൊതിയുള്ള ഏതെങ്കിലും NSS ഭാരവാഹി പറയൂ? ഇവര് നട്ടപ്പാതിരൊക്കെ ഈ ബാനറൊക്കെ റെഡിയാക്കി വെച്ചിട്ട്, കാരണം അങ്ങനെയല്ലേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇനി ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്ന നിക്ഷിപ്ത താല്പര്യക്കാരാവും ഇതിന് പിന്നിലെന്ന് കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനേശ് ബി നായർ പറഞ്ഞു. ഞങ്ങളല്ല, ഏതായാലും ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നവരാരാണ്? BJP-ക്കാർ. UDF-കാരുണ്ട്, പക്ഷേ ഇത് BJP-ക്കാർ തന്നെയാണെന്ന് ആർക്ക് മനസ്സിലായിരിക്കുന്ന? നമ്മുടെ ദേശാഭിമാനിക്ക് മനസ്സിലായിട്ടുണ്ടേ. മറ്റ് മാതൃഭൂമിയും മനോരമയും ഒക്കെ ഇന്നലെ തന്നെ സുകുമാരൻ നായരുടെ അഭിമുഖം വളരെ വ്യക്തമായി, വളരെ വിശദമായി കൊടുത്തിരുന്നു. ഇന്ന് കേരള കൗമുദി ഇന്നാണ് കൊടുത്തത് കേട്ടോ. രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ പ്രസിഡന്റാണ്. ഇത് എഴുതിയത് രാഹുൽ ചന്ദ്രശേഖറാണ്. രാഹുൽ ചന്ദ്രശേഖർ എന്ന് പറയുന്നത് കേരള കൗമുദിയുടെ റിപ്പോർട്ടറായ, കോട്ടയത്തെ റിപ്പോർട്ടറായ നമ്മുടെയൊക്കെ ശിഷ്യനാണ് രാഹുൽ ചന്ദ്രശേഖർ. അപ്പൊ രാഹുൽ ചന്ദ്രശേഖർ ബൈലൈനിലുള്ള ഒരു അഭിമുഖം. ഈ അഭിമുഖത്തിൽ പറയുന്ന കാര്യം ഇന്നലെ മറ്റേ മനോരമ ഇന്റർവ്യൂലൊക്കെ ഇയാൾ പറഞ്ഞത്, സുകുമാരൻ നായർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ സമദൂരം തന്നെയാണ്. അങ്ങനെയാണല്ലോ, മൂപ്പര് പണ്ടും സമദൂരത്തിന്റെ ആളാണ്. പക്ഷെ വോട്ട് ചെയ്യുന്നത് UDF-കാർക്കായിരിക്കും. ഇപ്പോഴും മൂപ്പര് പറയുന്നത് സമദൂരം തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം ആർക്കായിരിക്കും? മാറ്റിക്കുത്തും എന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ രാഹുൽ ചന്ദ്രശേഖരനോട് കുറേം കൂടി വിശദമായിട്ട് പറയും, അല്ല കുറേം കൂടി കൃത്യമായി പറയുന്നു. അതെങ്ങനെയാണ്? തലക്കെട്ട് എങ്ങനെയാണ്? NSS സമദൂരത്തിലെ ശരിക്കൊപ്പം. മനസ്സിലായോ നിങ്ങൾക്ക്? NSS സമദൂരത്തിലെ ശരിക്കൊപ്പം എന്നാണ്. ഈ സമദൂരത്തിലെ ശരി എങ്ങനെയാണപ്പാ? ഈ ശരിക്കും NSS ശരിക്കൊപ്പം എന്ന് പറഞ്ഞാൽ NSS-ന് ശരി എന്ന് തോന്നുന്ന പാർട്ടിക്കൊപ്പം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ സമദൂരവും ശരിയും കൂടി എങ്ങനെയാ ശരിയാകുക? അതായത് സമദൂരം എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരോടും എന്താ പറയാ, സമമായ ദൂരം, പ്രത്യേകിച്ച് ഒരു പാർട്ടിയോടും വിധേയത്വമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ അടുക്കാണ് മൂപ്പര് എന്ത് ചേർത്തതെന്നറിയോ? മായം ചേർത്ത്, വെള്ളം ചേർത്തത്. അതായത് ശരി. ആരാ ശരി? ശരി പിണുവാണ്, കാരണഭൂതമാണ് ശരി എന്ന് ഈ അഭിമുഖത്തിൽ സുകുമാരൻ നായർ പറയുകയാണ്. അതിങ്ങനെയാണ്: വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് സമദൂര നിലപാടിലെ ശരി കണ്ടെത്തിയാണ്. സമദൂരത്തിൽ ശരിയും തെറ്റും ഉണ്ടാകും. ശരിക്കൊപ്പം നിൽക്കുക എന്നതാണ് NSS-ന്റെ നിലപാട്. ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ കേരള കൗമുദിയോട് പറഞ്ഞു. സർക്കാരുകളുടെ തെറ്റായ നയങ്ങളെയാണ് എന്നും NSS എതിർത്തിട്ടുള്ളത്. ശരി ചെയ്യുമ്പോൾ അത് ശരിയെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പിണറായി സർക്കാർ ചെയ്യുന്നത് ശരിയാണെന്നാണ് ഈ മണ്ടം പറയുന്നത് കേട്ടോ. സുകുമാരൻ നായർ മണ്ടനും പൊട്ടനൊന്നല്ല, കുശാഗ്ര ബുദ്ധിക്കാരനാണ്. എങ്ങനെ ഒരു സമുദായത്തെ ഉപയോഗിച്ച് സമുദായ അംഗങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്ത്, സമുദായ അംഗങ്ങളെ എങ്ങനെ വഞ്ചിച്ച് സ്വന്തം കുടുംബക്കാർക്ക് സമ്പത്തും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കാമെന്ന് നന്നായി പഠിച്ച ആളാണ്. നാരായണ പണിക്കർ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ NSS-ന്റെ കടിഞ്ഞാൺ കയ്യിലെടുക്കുകയും, ഇത് പറയുന്നത് ഇയാൾ അവിടുത്തെ ചായ കൊണ്ടു കൊടുക്കുന്ന ആളാണെന്നാണ് സുകുമാരൻ നായരുടെ ശത്രുക്കൾ പറയുന്നത് കേട്ടോ. അതിൽ ശരിയുണ്ട് എന്നാണ് പഴയ പത്രപ്രവർത്തകരൊക്കെ പറയുന്നത്. അതായത് പണ്ട് നാരായണ പണിക്കർ NSS-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നാരായണ പണിക്കരെ കാണാൻ വരുന്നവർക്കൊക്കെ ചായ കൊണ്ടുപോയി കൊടുക്കുന്ന, പണ്ടത്തെ ഹോട്ടലിലുണ്ടല്ലോ ഇങ്ങനെ തൂക്കി പിടിക്കുന്ന ഇതിലെ ഗ്ലാസ് ഒക്കെ അങ്ങനെ വെച്ചിട്ട് ചായ കൊണ്ടുപോയി കൊടുക്കുന്ന പരിപാടിയായിരുന്നു ആർക്ക്? നമ്മളെ സ്വന്തം നായർക്ക്.
ആ നായരാണ് ഇപ്പം എവിടെ കയറിയിരിക്കുന്നത്? പിണറായി വിജയന്റെ വലത്തെ പോക്കറ്റിൽ കയറിയിരിക്കുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തോൽവിയാണോ ഇടത് സർക്കാരിന്റെ മനംമാറ്റത്തിന് പിന്നിൽ? ഈ അയ്യപ്പന്മാരോടുള്ള സ്നേഹം ഇടത് സർക്കാരിന് തോന്നിയത് പാർലമെന്റിലെ തോൽവിയാണോ? അപ്പം സുമാരനാര് പറയുന്നത് അത്തരം ചർച്ചകളിലേക്ക് എന്തിനാണ് പോകുന്നത്? സർക്കാർ തെറ്റുതിരുത്തി. സർക്കാർ ഈ മൂപ്പര് പിന്നെയും പറയാനുള്ളൂ, സർക്കാർ തെറ്റുതിരുത്തി. എടോ കോപ്പ, എന്ത് തെറ്റാണോ സർക്കാർ തിരുത്തിയത്? ഇത് പറയണേനല്ലേ ഒരു ഉളുപ്പ്? നായരെ, നായന്മാർക്ക് മുഴുവൻ അപ്പന്മാരാണോ? പിണറായി എന്ത് തെറ്റാ തിരുത്തിയത്? ഈ ശബരിമല തന്ത്രി, ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് ശബരിമല തന്ത്രിയും നൈഷ്ഠിക ബ്രഹ്മചാരി ആവണം. പക്ഷേ ഇവിടുത്തെ തന്ത്രി എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയല്ല, അയാൾ വ്യഭിചാരിയാണ് എന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ച ആളാണ് പിണറായി. മനസ്സിലായോ തനിക്ക്? താനിതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. ഞാൻ പറയുന്നു, വേറെ കാര്യങ്ങൾ പറയുന്നു. താൻ എന്തുകൊണ്ട് മറന്നു? എടോ സുകുമാരൻ നായരെ, താനിതൊക്കെ എന്തുകൊണ്ട് മറന്നു എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയടോ. എന്നിട്ടും താൻ ഈ വേഷം കെട്ടലുണ്ടല്ലോ, അതാണ് നിർത്തുന്നതാണ് നിനക്കും നിന്റെ സമുദായത്തിന് നല്ലത് കേട്ടോ. ഞാൻ പറയാം എന്തുകൊണ്ട് നിന്റെ ഈ നിലപാട് മാറ്റം, എന്തുകൊണ്ട് ഈ ഉളുപ്പില്ലായ്മ, എന്തുകൊണ്ട് നിന്റെ ആസനത്തിൽ ഈ ആല് മുളച്ചിട്ടെ? നിന്റെ ആസനത്തിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആല് മുളച്ചിരിക്കുന്നത്. ഞാൻ ഇതേവരെ കരുതിയത് ഈ ആസനത്തിൽ ആല് മുളയ്ക്കുന്നതൊക്കെ CPM-കാരുടെ ആസനത്തിലാണ് എന്നാണ്. അതിനേക്കാൾ വലിയ ആല് മുളച്ചത് നിന്റെ ആസനത്തിലാണ്. നീ ഇപ്പൊ ആ ആസനത്തിലെ ആലിന്റെ കൊമ്പിലെ ഊഞ്ഞാലാടുകയാണ് നീ കേട്ടോ. ഉളുപ്പില്ലാതെ വന്നിരുന്നിട്ട് നിന്റെ ചിരിയും നിന്റെ കുറിയും നിന്റെ പൊട്ടും നിർത്തിപ്പൊയ്ക്കൂടടൂ. NSS എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ നാരായണപ്പണിക്കരുടെ കാലം വരെയൊക്കെ വളരെ ആദരവോടെ കണ്ടിരുന്നു സമുദായ നേതാക്കന്മാരെ. ഇപ്പൊ നീ നിന്റെ മോക്കും നിന്റെ മരുമോനും ആ കഥകൾ ഞാൻ പറയാം. മോന്റെയും മരുമോന്റെയും കഥകൾ പറയാം കേട്ടോ. ഉളുപ്പില്ലാത്തവൻ പറയാണ്, തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവരാനും നേട്ടം കൊയ്യാനുമല്ലേ കോൺഗ്രസും ബി ജെ പിയും ശ്രമിച്ചിട്ടുള്ളതെന്ന്. കോൺഗ്രസും BJP-യുമാണ് അയ്യപ്പന്മാരുടെ വിഷയത്തിൽ നേട്ടം കൊയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് ഈ പറയുന്ന ഇവനെ എന്താ വിശേഷിപ്പിക്കേണ്ടത്? പണ്ട് മന്നത്ത് പത്മനാഭൻ ഒരു കാര്യം പറഞ്ഞിരുന്നു കേട്ടോ. മന്നത്ത് പത്മനാഭൻ പറഞ്ഞൊരു കാര്യം ന്യൂസ് 18 ചാനലിലോ ഞാൻ കാണിക്കാം. പിഴച്ച നായരും നശിച്ച നസറാണിയും മുടിഞ്ഞ മുസ്ലിമും അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു. ഇത് പറഞ്ഞത് മന്നത്ത് പത്മനാഭന്റെ നിരീക്ഷണമാണിത്. പിഴച്ച നായ മന്നത്ത് പത്മനാഭന്റെ നിരീക്ഷണം എന്താണ്? ഒരിക്കൽ കൂടി കേൾക്കാം. മന്നത്ത് പത്മനാഭന്റെ നിരീക്ഷണം ഒരിക്കൽ കൂടി കേൾക്കാം. പിഴച്ച നായരും നശിച്ച നസറാണിയും മുടിഞ്ഞ മുസ്ലിമും അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു. ഇത് പറഞ്ഞത് മന്നത്ത് പത്മനാഭന്റെ നിരീക്ഷണമാണിത്. പിഴച്ച നായര് എന്താവുന്നു? അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു. അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു. പിഴച്ച നായർ ആരാണ്? പിഴച്ച നായർ സുകുമാരൻ നായരെ പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ.